നവജാത ശിശുക്കളുടെ പരിചരണം എന്ന് പറയുന്നത് കുറച്ച് ഈസി അല്ലാത്ത കാര്യങ്ങളാണ്. കാരണം വീട്ടിലുള്ളവർക്കായിരുന്നാലും അമ്മമാർക്കായിരുന്നാലും എപ്പോഴും ടെൻഷനാണ്. കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കും, എങ്ങനെ ഫുഡ് കൊടുക്കും, അവരെ എങ്ങനെ ഉറക്കും, ഇതൊക്കെയാണ്. കാരണം അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുപോകേണ്ടതാണല്ലോ. അപ്പോൾ ഇന്ന് ഈ സംശയങ്ങളെല്ലാം നമുക്ക് ഒന്ന് പരിഹരിച്ച് തരാനായിട്ട് നമ്മളോടൊപ്പം SUT ഹോസ്പിറ്റൽ പട്ടം രശ്മി മോഹൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ നവജാത ശിശുക്കളെ അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചയായ കുട്ടികളെ തന്നെ ഈ തൊട്ടിലിൽ കിടത്തി ഉറക്കാറുണ്ട്. അവർക്ക് തല ഒന്ന് ഉരുണ്ട് വരാൻ അല്ലെങ്കിൽ ശരീരം ഒന്ന് ഒതുങ്ങാനൊക്കെ വേണ്ടിയിട്ട് തൊട്ടിലിൽ കിടത്താറുണ്ട്. അതും മറ്റേ ഈ മനസ്സിലായല്ലോ, ആ ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് തൊട്ടിലിൽ. അതാണ് നല്ലതെന്ന് പറയും. ഇത് നല്ലത് തന്നെയാണോ? ഇപ്പോൾ മിക്ക അമ്മമാരുടെ ഒരു സംശയം തന്നെയാണ് ഇത്. കാരണം ജനിച്ച് ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ അവർക്ക് തൊട്ടിലേക്ക് കുഞ്ഞിനെ മാറ്റണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ പ്രത്യേകിച്ച് പറയുന്നത് തല ഉരുണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അവർ പറയുന്നത്. ബട്ട് ആക്ച്വലി അത് വെറും ഒരു മിത്താണ്, അതൊരു മിഥ്യാധാരണ മാത്രമാണ്. നമ്മൾ അങ്ങനെ ചെയ്താൽ കുഞ്ഞിൻ്റെ തല ഉരുണ്ട് വരണം എന്നൊന്നുമില്ല. മാത്രമല്ല ഈ ഒരു ന്യൂ ബോൺ പീരീഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയും കുഞ്ഞുമായിട്ട് അടുത്ത് കിടക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പാല് കൊടുക്കുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ അതിൽ വേറൊരു സയൻസ് എന്ന് പറയുന്നത് ആ ഒരു അമ്മയും കുഞ്ഞുമായിട്ടൊരു ബോണ്ടിങ്, കുഞ്ഞടുത്ത് കിടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബോണ്ടിങ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടുതൽ, അമ്മയുടെ ചൂടൊക്കെ ആ കുഞ്ഞിന് കിട്ടണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ തൊട്ടിലിൽ കിടത്തുക, മാറ്റി കിടത്തുക എന്ന് പറയുന്നത് ഭയങ്കര അത് വേണ്ടാത്തൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഒരു സ്റ്റിമുലൻ്റ് ഉണ്ട് കുഞ്ഞും അമ്മയുമായിട്ട് കിടത്തുമ്പോൾ. കാരണം പാല് ഊറി വരാനൊക്കെ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ അമ്മയ്ക്ക് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞടുത്ത് കിടക്കുമ്പോഴാണ് കൂടുതൽ ആ സക്കിങ് സ്റ്റിമുലേഷൻ ഒക്കെ കുഞ്ഞിനും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മാത്രമല്ല ഈ തല ഉരുണ്ട് വരുന്നത് അതിനൊരു സമയമുണ്ട്. ആ തലയുടെ ഷേപ്പ് ഒക്കെ ആവുന്നത് ഒരു ടൈമുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ കുഞ്ഞുങ്ങളുടെ ഫോണ്ടൻ എല്ലാം നമ്മൾ പറയും, അതൊക്കെ ക്ലോസ് ആവാനൊക്കെ സമയം 1-1.5 വയസ്സാണ്. മാത്രമല്ല ആ ഒരു ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിലൊക്കെ 1.5 ഇയേഴ്സ് വരെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി കുഞ്ഞിൻ്റെ തലയൊക്കെ ഷേപ്പായിട്ട് വരികയും ഒക്കെ ചെയ്യും. അത് തൊട്ടിൽ കിടത്തിയാൽ മാത്രമേ അങ്ങനെ വരുള്ളൂ എന്നൊന്നുമില്ല. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ മസാജ് ചെയ്യുന്നുണ്ട്. ഹെഡ് മസാജിലും ഓയിൽ മസാജ് ചെയ്യാം, പക്ഷേ തല ഉരുണ്ട് വരാൻ വേണ്ടി മാത്രം പർപ്പസ്ഫുള്ളി നമ്മൾ ഇച്ചിരി ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പരിപാടിയുണ്ട് ഇപ്പോൾ. അപ്പോൾ അതും ഒന്നും കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കാര്യമായിട്ടല്ല. അപ്പോൾ ആ തുണിത്തൊട്ടിൽ കിടത്തണം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനതിൽ നോ തന്നെയാണ് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളിൽ കുറുക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ 3 മാസം ആകുമ്പോഴേ കുറുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 4 മാസം ആകുമ്പോഴേ കുറുക്ക് കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറുക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. 6 മാസം വരെയും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നും പറയാറുണ്ട്. പക്ഷേ കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മധുരം ഒരുപാട് കൂടുതൽ പാടില്ല, അങ്ങനെയൊക്കെ. എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 6 മന്ത്സ് വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് ഫോർമുല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കൊടുക്കാം. പക്ഷേ നമ്മൾ കുറുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 6 മാസം തുടങ്ങി അതിനുശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് റാഗിയാണ്. റാഗിയിൽ നിന്ന് തുടങ്ങുക. ഫസ്റ്റ് ഒരു നേരം മാത്രം നമ്മൾ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് 2-3 സ്പൂണേ കുഞ്ഞു കഴിക്കുള്ളൂ, അത് മതിയാവും. ചിലവർ ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങളെ കുറുക്ക് കഴിപ്പിക്കും. അപ്പം അതും നല്ലൊരു പ്രവണതയല്ല. കാരണം അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാണ്ട് വരും. ഫുഡ് അവേർഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഒരു നേരം കൊടുക്കുക. അതും ഒരു സെമി ലിക്വിഡ് ആയിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടതും. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടാം. അതുപോലെ തന്നെ ടൈമിങ്ങും 2 നേരം നമുക്ക് ആക്കാം. പിന്നെ അത് ഒരു 2 വീക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കുറുക്കിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മീൽ ഫുഡ് എന്ന പോലെ ആപ്പിൾ പ്യൂരി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം 3 നേരമാവും. അത് സ്ലോലിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3 നേരം ഒരുമിച്ച് അങ്ങ് ഫുഡ് കൊടുക്കരുത്. കാരണം അത്രയ്ക്ക് ഡൈജഷൻ പവർ കുഞ്ഞുങ്ങളുടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പതുക്കെയാണ് ഡൈജഷൻ ഒക്കെ ഓക്കെ ആയി വരുന്നതും അവർ പ്രോപ്പർ ഡൈജസ്റ്റീവ് ഓർഗൻസ് ഒക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കഴിവതും ഈ കുറുക്കിനോടൊപ്പം തന്നെ ചിലവർ നട്ട്സും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുന്നതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ആദ്യമേ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറുക്കിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ ചിലവരിപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഒരു 3 months 4 months ഒക്കെ ഭയങ്കര ചൂടല്ലേ, സോ വെള്ളം കൊടുക്കാവോ എന്നുള്ളത്. ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക്
6 മാസം ആവാണ്ട് കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉണക്ക മുന്തിരിങ്ങ അതിൻ്റെ വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക, കാരണം അതെല്ലാം കുഞ്ഞുങ്ങളുടെ ഡൈജഷനെ ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ മധുരം ഇടാവോ എന്നുള്ളത് കഴിവതും കുഞ്ഞുങ്ങൾക്ക് സോൾട്ട് ഷുഗർ ഒക്കെ കുറുക്കിൽ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കൊടുക്കുന്ന ടേസ്റ്റ് ആണ് അവർക്ക് അറിയുള്ളൂ. നമ്മൾ എത്രത്തോളം ഷുഗർ കണ്ടന്റ് കൂടുന്നോ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അവർക്ക് രജിസ്റ്റേർഡ് ആവുന്നത്. പിന്നീട് ഉള്ള നമുക്ക് കുറച്ച് മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല. ഈ പറഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റാർട്ടിങ് കുറുക്ക് കൊടുക്കാനും. ഫസ്റ്റ് 1 ടൈം കൊടുക്കുക, 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞിട്ട് 2 ടൈംസ് ആക്കുക. അത് കുറച്ച് ഒരു ഇടവേള കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക 3 നേരം ആക്കുക. പിന്നെ ചില കുഞ്ഞുങ്ങൾ സ്റ്റാർട്ടിങ് കുറുക്ക് കഴിക്കുമ്പോൾ തന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു രീതിയൊക്കെ കാണിക്കും. അത് ക്വൈറ്റ് നാച്ചുറൽ, അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി കുറുക്ക് കൊടുക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞു നട്ട്സ് ഇപ്പം നട്ട്സ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അലർജി വരാറുണ്ട്. അല്ലെങ്കിൽ ഏതൊരു ടൈമിലാണ് ഈ നട്ട്സ് ഒക്കെ കൊടുത്തു തുടങ്ങേണ്ടത്? അതും ഈ 6 മന്ത്സിന് ശേഷമാണ്. കഴിവതും ഒരു 7-8 ആ ഒരു റേഞ്ച് മന്ത് ആകുമ്പോൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് നട്ട്സ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുണ്ട്. കാരണം എല്ലാ കുഞ്ഞുങ്ങളുടെയും ശരീരപ്രകൃതി ഒരുപോലെ അല്ല. ബട്ട് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അലർജി വരാം, നമുക്കറിയില്ല ഏത് കുഞ്ഞിനാണ് അല്ലെങ്കിൽ എന്തിലാണ് അലർജി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഗ്രൗണ്ട് നട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കാഷ്യൂ നട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം കൊടുക്കുക. ജസ്റ്റ് ഒരു പിഞ്ച് എങ്ങനെ കൊടുക്കും? കുറുക്കിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് ഓക്കെ നോക്കുക, 1 ഡേ 2 ഡേ നോക്കുക വേറെ അലർജീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക. എങ്ങനെയാണ് കൺഫേം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ റാഷസ് ആയിട്ട് വരാം, ഭയങ്കര വൊമിറ്റിംഗ് കാണിക്കാം, അതുപോലെ തന്നെ ചിലപ്പോൾ ഡയറിയ പോലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഫുഡിൽ അലർജിയാണ്. അപ്പം ഏത് ഫുഡാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുത്തത് ഇന്ന് നട്ട്സാണ്, നട്ട്സിൽ ഒരു നട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാഷ്യൂ നട്ടും ഗ്രൗണ്ട് നട്ടും ഒരുമിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഏത് നട്ട്സിലാണ് കുഞ്ഞിന് അലർജി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു നട്ട് അറ്റ് എ ടൈം നമ്മൾ കുറുക്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കൊടുക്കുമ്പോൾ പിഞ്ച് മാത്രം കൊടുക്കുക, പിന്നെ ഗ്രാജുവലി അതൊരു 1/2 സ്പൂൺ ആക്കുക, പിന്നെ 1 സ്പൂൺ ആക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ഡേ 1 ഡേ 2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞിന് അത് കുറച്ചുകൂടി ദഹിക്കാൻ ഈസി ആവുകയും നമുക്ക് അലർജി പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. പിന്നെ ഒരു പ്രത്യേക കാര്യം, മൾട്ടിഗ്രെയിൻസ് ഇപ്പോൾ അമൃതം പൊടി പോലത്തത് ഹെൽത്ത് മിക്സ് പോലത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിവതും കൊടുക്കേണ്ടത് ഈ പറഞ്ഞ പോലെ 1 വയസ്സായിട്ടാണ്. കാരണം അതിൽ മൾട്ടിഗ്രെയിൻസ് ആണ് ഈ മിക്സിങ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ഏതിലാണ് അലർജി നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് 1 വയസ്സാകുമ്പോൾ നമ്മൾ ഈ നോർമലി എല്ലാ നട്ട്സും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകും. സോ നമുക്കത് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്താം. മൾട്ടിഗ്രെയിൻസ് നമുക്ക് 1 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുന്ന കുട്ടികൾ, അത് പാരസിറ്റമോളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്നത്, അതിന് ഒരു സൈസ് മധുരം ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് വൊമിറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പനിയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക? ഓക്കെ. അപ്പോൾ മിക്ക കുട്ടികളും മരുന്ന് കുടിക്കാൻ മടിയുള്ളവരായിരിക്കും. ചിലവർക്ക് ഫ്ലേവേഴ്സ് ഭയങ്കര ഇഷ്ടം, സ്ട്രോബെറി ഫ്ലേവർ. ഇപ്പോൾ കാൽപോളൊക്കെ ആണെങ്കിൽ സ്ട്രോബെറി ഫ്ലേവർ, അങ്ങനെ പല ഫ്ലേവറിലും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1 വയസ്സ് വരെ നമുക്ക് കൊടുക്കേണ്ട ഒന്നാണ് D3 എന്ന് പറഞ്ഞത്, വൈറ്റമിൻ D3 ഡ്രോപ്സ് നമ്മൾ കൊടുക്കും. അപ്പോൾ ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ, കാരണം ചോദിച്ചത് ഇപ്പം മരുന്ന് കൊടുത്തു കഴിഞ്ഞ ഉടനെ കുഞ്ഞ് വൊമിറ്റ് ചെയ്യും, അപ്പോൾ നമ്മൾ വീണ്ടും അഗെയിൻ മരുന്ന് കൊടുക്കണോ എന്നുള്ളതാണ്. അപ്പോൾ വിത്തിൻ 1 to 3 മിനിറ്റ്സിനുള്ളിലാണ് കുഞ്ഞ് വൊമിറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അഗെയിൻ മരുന്ന് കൊടുക്കാം. അതേ അളവിൽ നമുക്ക് വീണ്ടും കൊടുക്കാം. അതല്ല കൊടുത്തു കഴിഞ്ഞ് ഒരു 1/2 hour അല്ലെങ്കിൽ 1 hourനുള്ളിലൊക്കെ ആണ് കുഞ്ഞ് വൊമിറ്റ് ചെയ്യുന്നതെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അന്നത്തെ ഡോസ് ഓൾറെഡി ആ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു മിനിറ്റ്സിനുള്ളിൽ കുഞ്ഞ് ഓക്കാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാം. അപ്പോൾ അതും വീണ്ടും വൊമിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അത് വീണ്ടും വൊമിറ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് ഈ മിനിറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. മാക്സിമം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ രണ്ടാമത് അല്ലെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ പാരൻസ് അത്ര കെയറോടുകൂടി അല്ലെങ്കിൽ അത്ര സൂക്ഷിച്ചായിരിക്കും കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വരാൻ ചാൻസ് ഇല്ല. അഥവാ വന്നാൽ ഈ ഒരു മിനിറ്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിൽ, കാരണം ഉള്ളിൽ പോയിട്ടില്ല, അത് അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ തിരിച്ചു പോവുക ചെയ്യുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ മരുന്ന് അബദ്ധത്തിൽ കുട്ടികൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടത് എന്താണ്? ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ
വലിയ ആൾക്കാരുടെ മരുന്നായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുഞ്ഞിന്റെ മരുന്ന് തന്നെ കുഞ്ഞ് കഴിക്കാൻ ചാൻസ്, ഓവർ ഡോസ് ആയിട്ട് കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, കാൽപോൾ പോലത്തെ. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു അബദ്ധം ചെയ്യുന്നത്, ഉടനെ തന്നെ കുഞ്ഞിൻ്റെ വായിൽ നമ്മൾ എന്താ പറയുക, ഓർക്കാനിക്കാനായിട്ട് വേണ്ടിയിട്ട് അതിനുള്ള ആ ഒരു ഇത് കൊടുക്കും അല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം അങ്ങനെ മരുന്ന് കുടിച്ചു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ള എന്ത് മരുന്നാണ്, എത്ര ഡോസ് പോയി എന്നുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ പാരൻസിന് അറിയില്ലായിരിക്കും. അപ്പോൾ ആ ഡോസേജ്, ആ മരുന്നിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ കാര്യങ്ങളെന്നുള്ളത് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ സ്റ്റൊമക് വാഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നില്ല, അങ്ങനെയാണ് ചിലപ്പോൾ പ്രൊസീജിയർ ചെയ്യുന്നത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക എന്നുള്ളത്. അല്ല ഒമിറ്റിങ്, ശരി ഒന്ന് ഒമിറ്റ് ചെയ്തു, സോ കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പം തന്നെ നമ്മൾ വരിക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിവതും കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ മരുന്നുകൾ നമ്മൾ ഷെൽഫിനകത്ത് പൂട്ടി വെക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൈ എത്താത്ത സ്ഥലത്ത് ആയിരിക്കണം നമ്മൾ മെഡിസിൻസ് വയ്ക്കാൻ. കാരണം എഴഞ്ഞ് നടക്കുന്ന പ്രായം, അല്ലെങ്കിൽ എവിടെയും വലിഞ്ഞു കയറുന്ന പ്രായമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിതൊക്കെ ക്യൂരിയോസിറ്റിയാണ്, അതെന്താണ്, ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ കുടിക്കുന്ന കണ്ടിട്ടുണ്ട്, സോ എനിക്കും കുടിക്കണം എന്നുള്ളൊരു തോട്ട്. അപ്പോൾ അങ്ങനെ പല പല ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പാരൻസ് നല്ല രീതിയിൽ ഈ ഒരു മെഡിസിൻസും അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ലോഷൻസ് പോലത്തെ സാധനങ്ങളൊക്കെ, ഷാംപൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംശയങ്ങൾ ഒരു പരിധി വരെ തീർന്നിട്ടുണ്ടാവും എല്ലാവർക്കും എന്ന് തന്നെ വിശ്വസിക്കാം. നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.